ബിഗ് ബോസ് മലയാളം സീസൺ 7 സംഭവ വിവരമായ ഒരാഴ്ച എന്തായാലും നടന്നു കഴിഞ്ഞിരിക്കുന്നു. നാളെ മുതൽ രണ്ടാമത്തെ ആഴ്ച തുടങ്ങാൻ പോവുകയാണ് അല്ലെ. ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കണ്ടസ്റ്റൻസിനെ പറ്റി തോന്നിയത്? എന്റെ അഭിപ്രായം എന്തായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവരൊക്കെ മികച്ച മത്സരാർത്ഥികളാണോ, അതോ ബിഗ് ബോസ് ഓരോ ടാസ്ക് കൊടുത്തത് കൊണ്ട് ഇവരുടെ ഒരു 100% ആയിട്ടുള്ള കാര്യങ്ങൾ ഷോയിലേക്ക് അവർക്ക് ഇടാൻ പറ്റാത്തതാണോ, എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ആരായിരിക്കും പുറത്താകുന്നത്, രഞ്ജിത്താണോ പുറത്താകുന്നത് അതോ നമ്മുടെ ശൈത്യ ആയിരിക്കും പുറത്താകുന്നത്, അതും ഒപ്പം തന്നെ ഷാനവാസിന്റെ ക്യാപ്റ്റൻസി ആയിരിക്കും ഇന്നത്തെ ലാലേട്ടൻ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എന്തായാലും എല്ലാവർക്കും ബി ബി ടോക്ക് വിത്ത് പ്രഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ആദ്യമായി നിങ്ങൾ എന്റെ വീഡിയോ കാണണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സോ എന്തായാലും പറഞ്ഞു തന്നതുപോലെ തന്നെ ഒരാഴ്ച ഇങ്ങനെ പിന്നിട്ടു. ഒരാഴ്ച കൊണ്ട് നമുക്ക് ഏകദേശം എന്തൊക്കെയാണ് ഒരു ഐഡിയ കണ്ടസ്റ്റൻസിനെ പറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഷോയെ പറ്റിയും ഏകദേശം ഒരു ഐഡിയ എന്താണെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യമേ പ്രൊമോഷനിൽ പറഞ്ഞതുപോലെ 7ന്റെ പണി കൊടുക്കാനാണോ ബിഗ് ബോസ് ടീം വന്നിരിക്കുന്നത് എന്നുള്ളൊരു സംശയം എനിക്കും ഇപ്പോഴുണ്ട്. അത്രയ്ക്ക് ഒരു 7ന്റെ പണി അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ അത്ര ഹാപ്പി ഒന്നും അല്ല. അത്രയ്ക്ക് ഒരു പഴയ സീസണിന്റെ പോകുന്നത് ആദ്യത്തെ ആഴ്ച തുടങ്ങുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു പതിയെ ഉള്ള ഒരു സ്റ്റാർട്ട് തന്നെയാണ് ഈ സീസണിലും തുടങ്ങിയിരുന്നത്. അല്ലാതെ ഒരു ഭയങ്കര ഒരു ഗുമ്മ് എന്തായാലും സീസണിൽ വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ വരുമായിരിക്കും. അപ്പം എന്തായിരിക്കും ഇതിന്റെ പ്രശ്നം? അതായത് കണ്ടസ്റ്റൻസ് ആണോ പ്രശ്നം, ഷോയുടെ മേക്കേഴ്സിന്റെ പ്രശ്നമാണോ, അതായത് കൊടുക്കുന്ന ടാസ്കുകളൊന്നും ശരിയാവാത്തതാണ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കൂടെ പറയണേ. ഞാൻ എന്റെ അഭിപ്രായം എന്തായാലും പറയാം. കണ്ടസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പിന്നിലേക്ക് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഇന്നലെ ലാലേട്ടൻ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞായിരുന്നല്ലോ, ബിൻസി ആണെങ്കിലും ഒണീൽ ആണെങ്കിലും സരിക ആണെങ്കിലും ശൈത്യ ആണെങ്കിലും റെന ഫാത്തിമ ആണെങ്കിലും ഇങ്ങനെ ഒരുപാട് പേര് ഇതിന്റെ പുറകിലായിട്ട് നിൽക്കുന്നത്, അത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല. ഇവര് ആക്റ്റീവായ മാത്രമേ നമ്മുടെ ഷോ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷെ ഈ കണ്ടസ്റ്റൻസ് കുറച്ച് പുറകിലോട്ട് നിൽക്കുന്നു. അതോ കണ്ടസ്റ്റന്റ് സെലക്ട് ചെയ്ത് നമ്മുടെ ടീമിന് പറ്റിയ അബദ്ധമാണോ? എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഒരാഴ്ച കൊണ്ടെന്നായിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ നമുക്ക് എന്തായാലും പറ്റത്തില്ല. കറക്റ്റ് അല്ലേ? എന്തായാലും ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ അപ്പാണി ശരത്താണെങ്കിലും നമ്മുടെ അക്ബർ ആണെങ്കിലും അനീഷ് ആണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ രേണു ആണെങ്കിലും, രേണു അങ്ങനെ അത്ര ഫ്രണ്ട് ഫുട്ടിലൊന്നും ഇറങ്ങി കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആര്യൻ, നെവിൻ, ഗിസേൽ ഇവരൊന്നും അത്ര ഫ്രണ്ട് ഫുട്ടിൽ ഇറങ്ങി കളിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇവരിലൊക്കെ ഒരു ചെറിയ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ എത്ര നോക്കിക്കഴിഞ്ഞാലും ഇവരൊരു എല്ലാത്തിലും ഒരു വിന്നിങ് ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ജയിച്ചു നിൽക്കണം. കാരണം നമ്മുടെ മുന്നിൽ വിജയികളായി നിൽക്കുന്ന പഴയ പ്രീവിയസ് കണ്ടസ്റ്റന്റ് നോക്കുമ്പോൾ ഒരു വിജയത്തിളക്കമുള്ള ഒരു കണ്ടസ്റ്റൻസ് ആവാൻ ഇവർക്ക് പറ്റുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇവരിപ്പോ ഷാനവാസ് ആണെങ്കിൽ, ഷാനവാസിൽ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഷാനവാസിന്റെ കേസിൽ. പക്ഷെ ഷാനവാസ് ഇത്തവണ വന്നിട്ട് നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് ഫുൾ നെഗറ്റിവിറ്റി മാത്രമാണ് ഷാനവാസ് നൽകിയത്. അപ്പാനി ശരത്താവട്ടെ ചുമ്മാ ഒച്ച എടുത്ത് അങ്ങോട്ട് ഡാ പോടാ എന്നുള്ള തരത്തിലുള്ള വിളികളല്ലാതെ ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ശരത്തിന് ഒരാഴ്ച കൊണ്ട് സാധിച്ചിട്ടില്ല. കുറച്ചെങ്കിലും തമ്മിൽ ഭേദം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അക്ബറാണ് തമ്മിൽ ഭേദമായിട്ട് നിലവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തും. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ആരിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷെ ആരിൽ പുറകിലോട്ടാണ് കളിക്കുന്നത്. നെവിൻ ആണെങ്കിലും ഗിസൈൽ ആണെങ്കിലും കുറച്ച് എന്റർടൈൻമെന്റ് ആണ്. ഗിസൈലിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷെ ഒരു ഗെയിമിലേക്ക് ഇറങ്ങി എത്രത്തോളം കഴിക്കും, ഇനിയുള്ള ഫിസിക്കൽ ടാസ്കുകളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറെ കൂടി മനസ്സിലാവും. പക്ഷെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഇനിയും നന്നായിട്ട് കളിക്കാനുള്ളതുണ്ട്. ഇപ്പം ബിന്നി ആണെങ്കിലും, ബിന്നിക്ക് ഒരു കാലിബർ ഉള്ള കുട്ടിയായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി കളിക്കുന്നില്ല. ബിന്നിയുടെ പ്രശ്നം അതാണ്, ഫ്രണ്ടിലേക്ക് ഇറങ്ങി കളിക്കത്തില്ല. ശാരികയാണെങ്കിൽ പുള്ളിക്ക് നല്ല കഴിവുള്ളതാണ്, പക്ഷെ പുള്ളിക്കാരിയും ഫ്രണ്ടിലോട്ട് ഇറങ്ങി കളിക്കുന്നില്ല. പിന്നെ കുറച്ച് ഇന്നലെ ലാലേട്ടൻ പറഞ്ഞ അവര് ബാക്കിലോട്ട് തന്നെ നിൽക്കുന്ന, അവരെ പറ്റി നമ്മൾ പറയുന്നില്ല. സോ എന്തായാലും നമുക്ക് ഇപ്പം നിലവിൽ ഒരു കൺക്ലൂഷൻ എത്താൻ സാധിക്കത്തില്ല. നമുക്ക് ഒരാഴ്ച കൂടെ സമയം എന്തായാലും എടുത്ത് മനസ്സിലാക്കാം. അപ്പൊ ഏഷ്യൻ ടീമിനും മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും 2-3 നേരം പുറത്താക്കിയിട്ട് പുതിയ വൈൽഡ് കാർഡ്സിനെ ഉറപ്പായിട്ടും ബിഗ് ബോസ് ടീം കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഷോയുടെ സക്സസ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വൈൽഡ് കാർഡായിട്ട് കുറെ മികച്ച മത്സരാർത്ഥികൾ വരുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട, ഇവർ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ. പിന്നെ അതോടൊപ്പം തന്നെ ഇന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, ഇന്ന് എന്തായാലും നടക്കാൻ പോകുന്നത് ഒരു എലിമിനേഷൻ എന്തായാലും ഉറപ്പായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. അത് അനിവാര്യം തന്നെയാണ്. കാരണം ഒരു എലിമിനേഷൻ നടന്ന്
കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് ഒരു 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 ആക്റ്റീവ്നെസ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഷോയിൽ നിന്നിലേക്ക് പുറത്താകും എന്നുള്ളൊരു പേടി ഉണ്ടാവുകയും ബാക്കി കുറച്ചും കൂടി ഷോയെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്രവർത്തിക്കുകയും ചെയ്യത്തുള്ളൂ. കാരണം ഇവര് നന്നായിട്ട് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. സോ എനിക്ക് തോന്നുന്നത് 99% മുൻഷി രഞ്ജിത്ത് പുറത്താകാനാണ് ചാൻസ്. കാരണം മുൻഷി രഞ്ജിത്തിന് ആ ഷോയിൽ വന്നിട്ട് ആരും കണ്ടിട്ടില്ല, അതുകൊണ്ട് ആരും ഔട്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ മുൻഷി രഞ്ജിത്ത് ഔട്ട് ആവാനാണ് ചാൻസ്. സോ ഒരാളായിരിക്കും മിക്കവാറും ഔട്ട് ആവുകയും ചെയ്യുന്നത്. ഒപ്പം ഇന്നലെ നടന്നതിന്റെ റീക്യാപ്പ് ഞാൻ ഒന്ന് പറയാം. ഇന്നലെ നടന്നതിന്റെ കംപ്ലീറ്റ് ലാലേട്ടന്റെ ഫുൾ എപ്പിസോഡിന്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ എന്റെ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി അപ്ലോഡ് ചെയ്ത്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. കംപ്ലീറ്റ് റിവ്യൂ ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. എന്തായാലും ഷോർട്ടായി പറഞ്ഞേക്കാം. മെയിൻലി 3 സംഭവങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ അക്ബറിന്റെയും നമ്മുടെ രേണുവിന്റെയും സെപ്റ്റിക് ടാങ്ക് വിഷയം ഉണ്ടല്ലോ. ഈ സെപ്റ്റിക് ടാങ്ക് വിഷയത്തിൽ ലാലേട്ടൻ ഇടപെടുകയും അതോടൊപ്പം തന്നെ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുകയും രേണു പിന്നെ അത്യാവശ്യം ഹാപ്പിയായി. പുള്ളിക്കാരി ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. എന്തായാലും ലാലേട്ടൻ ആ വിഷയം എടുത്ത് അക്ബറിന്റെ തെറ്റ് അക്ബറിന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഷാനവാസിന്റെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് കോള് വന്നു. അത് കണക്ട് ചെയ്തതിനു ശേഷം ഷാനവാസ് ഓക്കെ ആണെന്ന് അവരോട് പറഞ്ഞു. സോ ഷാനവാസ് ഇനി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല എന്ന് ഷാനവാസിന്റെ ഫാമിലി പറഞ്ഞ് ലാലേട്ടനും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അവര് നേരത്തെ തന്നെ ഇതിന്റെ ഇടയിൽ ഈ രാത്രി ടാസ്ക് നടക്കുന്ന ഇടയിൽ ഷാനവാസിന്റെ ഫാമിലി ബിഗ് ബോസിനെ വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനൊരു സംഭവം ഉണ്ടായത്. അതുകൂടാതെ നമ്മുടെ രേണുവിന്റെ വലിയൊരു മിസ്റ്റേക്ക് രേണു ചെയ്തത്, വീഡിയോ എടുത്ത് ഉള്ളിൽ പോകുന്നതിന് മുമ്പ് വീഡിയോ എടുത്ത് കൈവച്ചിട്ട് വെളിയിൽ നോമിനേഷൻ വന്നപ്പോഴത്തേക്ക് വെളിയിലിട്ട് വോട്ട് അഭ്യർത്ഥിച്ചു. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഇടയായിട്ടുണ്ട്. അതായത് അകത്ത് നിന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് വീണ്ടും ഇടാനുള്ള ഒരു ഫെസിലിറ്റി ബിഗ് ബോസ് വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ആൾക്കാർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ ആ വിഷയം എടുത്തിട്ട് ഇനി അത് ഒരിക്കലും ചെയ്യല്ലേ എന്ന് രേണുവിനോട് പറയുകയും ചെയ്തു. രേണുവിന്റെ കസിനാണ് അത് ചെയ്തതെന്നാണ് രേണു പറഞ്ഞത്. രേണു സോറി പറയുകയും ചെയ്തു. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നത്. മറക്കണ്ട, ഞാൻ ഡീറ്റെയിൽ റിവ്യൂ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണണം. ഓക്കെ, അപ്പം എന്തായാലും ഇന്ന് വൈകുന്നേരം എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും സന്ധ്യയ്ക്ക് വരെ വണക്കം. ബൈ.